അടുത്ത ദിവസം വൈജയന്തി കമലയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. മക്കള് 3 പേരും ചെന്ന് അവരെ വിളിച്ചെങ്കിലും വൈശ വരാൻ തയ്യാറായില്ല. അത് കണ്ട് അലീന ആ വീട്ടിൽ നിന്ന് ഉറപ്പായും പോകാമെന്ന് മനസ്സിൽ തീരുമാനിക്കുവാണ്. അച്ഛ, ഒരാഴ്ച ഞാനും രോഹിത്തും കൂടി രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കുവാണ്. അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ എനിക്ക് മറ്റൊരു വീട്ടിൽ ഒരു ജോലി ശരിയാക്കി തന്നേ പറ്റൂ. അധികം നീട്ടിക്കൊണ്ടു പോയാല് മാഡം വക്കീലിനെ ചെന്ന് കാണും, ഡിവോഴ്സിന്റെ കാര്യം ശരിയാക്കാൻ. അതിനു മുന്നേ എന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം എന്നു പറഞ്ഞ് അലീന ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും രോഹിത്തിനെയും അലീനയെയും കൊണ്ടുപോവാനായി മാമച്ചന്റെ കാറില് വന്നിറങ്ങുവാണ് രേവതിക്കുട്ടി. ഈ പീഡന വീരനെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, ബബിതേശിയും കൃഷ്ണയൊക്കെ വരട്ടെ ചേച്ചി എന്ന് രേവതി പറയുമ്പോ അതൊന്നും വേണ്ട മോളെ, കാരണം മാഡം ഇപ്പോ ഈ വീട്ടിലല്ല താമസം. കൃഷ്ണയും ബബിതയും നമ്മുടെ കൂടെ വന്നാ അച്ഛൻ ഒറ്റയ്ക്കായി പോവില്ലേ? അറിയാലോ, 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എന്തെങ്കിലും സഹായം വേണ്ടി വന്നാ ആരെങ്കിലും അടുത്തു വേണ്ടേ? അതുകൊണ്ട് നമുക്കിപ്പോ രോഹിത്തിനെ മാത്രം കൂടെ കൊണ്ടുപോവാം. അങ്ങനെ പറഞ്ഞ അലീന കാറിലേക്ക് കയറുവാണ്. ഇപ്രാവശ്യം അച്ഛന്റെ കാര്യോർത്ത് ഞങ്ങൾ ചേച്ചിക്ക് വിട്ടു തന്നിരിക്കുന്നു അല്ലേ കൃഷ്ണേ? അടുത്ത പ്രാവശ്യം രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും വരും എന്ന് പറയുവാണ് ബബിത. അങ്ങനെ അവര് രണ്ടുപേരും അലീനെ യാത്രയാക്കുവാണ്. ബാലചന്ദ്രൻ ശിവേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇങ്ങനെ ഇവിടെയും വന്നോ? ആ വീട്ടില് എനിക്കൊരു സ്വസ്ഥത തരാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാലേ എനിക്ക് വാടക വീട് റെഡിയാവും. അതോടെ ഇവിടത്തെ താമസവും ഞാനങ്ങ് അവസാനിപ്പിക്കും. പിന്നെ എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് കയറി വന്നേക്കരുത്. ഞാൻ വരണമെങ്കിലേ അലീന അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് വൈശ മറുപടി കൊടുക്കുവാണ്. അതിന് ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല, ശിവേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി തന്നേക്കാം. നിന്റെ മുഖം കണ്ടോണ്ടിരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രൻ മറുപടി കൊടുക്കുവാണ്. കമല ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ബാലചന്ദ്ര ഇത്? ആ വേലക്കാരി പെണ്ണ് അലീനയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ തല്ലുപിടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? 25 വർഷം നിങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞവളല്ലേ ഈ വൈജയന്തി. അവളെ ധിക്കരിച്ച് അലീനയുടെ കൂടെ ജീവിക്കാനാണോ ബാലചന്ദ്രന്റെ ഉദ്ദേശം? നിങ്ങളുടെ നാണം കെട്ട പ്രവൃത്തി കാരണം എനിക്കും ശിവേട്ടനും ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. കുടുംബക്കാരായി പോയില്ലേ, ഇതൊക്കെ സഹിക്ക തന്നെ എന്ന് പറയുവാണ് കമല. അത് കേട്ട് ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുവാണ്. ദേ ശിവേട്ട, നിങ്ങളുടെ ഭാര്യയുടെ നാവ് അടക്കി നിർത്തിക്കോ, അല്ലെങ്കിൽ നാണക്കേടുള്ള പ്രവൃത്തി ആരാ ഉണ്ടാക്കി വച്ചേന്ന് എനിക്ക് പരസ്യമായി വിളിച്ചു പറയേണ്ടി വരും. കമല പറഞ്ഞല്ലോ, ഞാൻ കാരണം നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യത്തില് നിങ്ങളുടെ മകൻ ഹരി കാരണം ഞങ്ങൾക്കാണ് ചീത്തപ്പേരുണ്ടായത്. എന്നെ കൊണ്ടൊന്നും പറയിച്ചേക്കരുത് എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുവാണ്. അത് കേട്ട് ശിവേട്ടൻ വന്ന്, കമലെ, നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ലേ? ബാലചന്ദ്രൻ വന്നത് എന്തിനാണെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറയുവാണ്. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, അലീന മോള് നമ്മുടെ വീട് വിട്ടു പോകാൻ തീരുമാനിച്ച കാര്യം അതിവിടെ വന്ന് അറിയിക്കാനാണ്. എനിക്കും അതിന് സമ്മതമാണ് എന്ന് പറയുവാണ് ബാലചന്ദ്രൻ. അത് കേട്ട് വൈജയന്തി വളരെ ഹാപ്പിയായി നിൽക്കുവാണ്. അല്ല, അവളെ എങ്ങോട്ട് പറഞ്ഞു വിടാനാ നിങ്ങളുടെ തീരുമാനം? അത് ഞാൻ കൂടി അറിയണ്ടേ? എനിക്ക് കൂടി തൃപ്തികരമായ സ്ഥലത്തേക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റൂ എന്ന് വൈശ പറയുവാണ്. അത് കേട്ട് ദേഷ്യം വന്ന ബാലചന്ദ്രൻ, അതെന്തിനാടി നിനക്ക് സ്വീകാര്യമായ സ്ഥലത്ത് ഞാൻ അലീനയെ പറഞ്ഞു വിടുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അലീന മോളെ പറഞ്ഞയക്കും. അത് നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ല വൈജയന്തി. അങ്ങനെ മറുപടി കൊടുത്ത് ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. വല്ല കാര്യമുണ്ടായിരുന്നോ വൈജയ്? ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞു വിടാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് വേണം എന്ന് ശിവേട്ടൻ പറയുമ്പോ, അലീന പോകാൻ തീരുമാനിച്ചത് നന്നായി, അല്ലെങ്കിലേ വൈജയന്തി എന്ന നാശം പിടിച്ചവള് ഈ വീട്ടില് ഒരധികപ്പറ്റായി വന്നേനെ എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് കമല. ആ സമയം അങ്ങോട്ട് മനു കയറി വരുവാണ്. വൈജയന്തിക്കറിയാമോ, ബാലചന്ദ്രനേക്കാൾ കഷ്ടമാണ് എന്റെ മകൻ മനുവിന്റെ കാര്യം. അവനിപ്പോ ആ വേലക്കാരി പെണ്ണില്ലാതെ പറ്റില്ലെന്നായി. പ്രേമമാണത്രേ, അവളെ തന്നെ കല്യാണം കഴിക്കുമെന്നാ തീരുമാനിച്ചുറപ്പിച്ചത് എന്ന് കമല പറഞ്ഞു കൊടുക്കുവാണ്.
അത് കേട്ട് വൈശ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോവാണ്. നേരാണോ കമലെ നീ പറയുന്നേ? അതിന് മാത്രം മനുവിന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാനില്ലേ? നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവളാണോ ഈ വേലക്കാരി? എന്തായാലും ഇവന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അലീന ഈ നാട്ടിൽ നിന്ന് പോവല്ലേ. എടാ മനു, ഇനി നീ അവളെ കാണാൻ പോകുന്നില്ല എന്ന് വൈശ മറുപടി കൊടുക്കുവാണ്. ആന്റി എന്തായി പറയുന്നേ? അലീന എങ്ങോട്ട് പോവാൻ? എന്നോട് പറയാതെ അവൾ എങ്ങോട്ടും പോവില്ല. അഥവാ പോയാലും അവളെ ഞാൻ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് വിവാഹവും കഴിക്കും. അത് 1 വർഷത്തിനുള്ളിൽ തന്നെ നടക്കും. ഇത് സത്യമാണ് എന്ന് മനു മറുപടി കൊടുക്കുവാണ്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? 1 വർഷത്തിനുള്ളിൽ നിനക്ക് മറ്റൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഞാൻ നിന്റെ കല്യാണം നടത്തും എന്ന് കമല പറയുമ്പോൾ, അമ്മ കണ്ടുപിടിക്കുന്ന പെണ്ണിനെ കൊണ്ട് അമ്മയുടെ ഇളയ മകനില്ലേ ഹരിയുടെ കല്യാണം അങ്ങ് നടത്തിയാൽ മതി. മനുവിനെ അതിന് കിട്ടില്ല. പിന്നെ ഒരു പെണ്ണിനെ ചതിച്ചവനാണ് അവൻ. ഇനി ഒരു പെണ്ണും അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അമ്മയുടെ മരുമകളാവാൻ പോകുന്നത് എൻ്റെ അലീന മാത്രമാണ്. അങ്ങനെ മറുപടി കൊടുത്ത് മനു അകത്തേക്ക് പോയി. എന്നാലും എൻ്റെ കമലെ, നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് നല്ല സങ്കടം. ഇളയ മകൻ ജയിലായി. മൂത്ത മകന്റെ കാര്യം അതിലും വലിയ കഷ്ടമല്ലേ? എൻ്റെ വീട്ടിലെ വേലക്കാരിയല്ലേ അവൻ വിവാഹം കഴിക്കാൻ പോകുന്നേ. എന്നേക്കാൾ വലിയ ഗതികേട് നിനക്കാണല്ലോ കമലെ വന്നിരിക്കുന്നേ. അങ്ങനെ വൈശ പറഞ്ഞത് കേട്ട് സമനില തെറ്റിയ അവസ്ഥയിൽ നിൽക്കുവാണ് കമല. അതേസമയം ബബിതയും കൃഷ്ണയും കിച്ചണിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അലീന ചേച്ചി ഉള്ളതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല. അമ്മയുടെ ചിട്ടയും ഭരണവും മാത്രമായിരിക്കും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നേ എന്ന് കൃഷ്ണ പറയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് അലീന ചേച്ചി ഈ വീട് വിട്ടു പോവാൻ പാടില്ല. അതിനുടനെ എന്തെങ്കിലും ചെയ്യണം കൃഷ്ണ. എന്ത് വില കൊടുത്തും അലീന ചേച്ചിയെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. അമ്മ പോയാലും ശരി, അതിനുള്ള മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ ബബിത തീരുമാനിക്കുവാണ്. അപ്പോഴേക്കും അലീന രോഹിത്തിനോടൊപ്പം മാമച്ചന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ പീഡന വീരനെ ഈ വീട്ടിലേക്ക് കയറ്റുന്നത്. ഞാൻ മാമച്ചനങ്ങളിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പത്രത്തിലൊക്കെ ഫോട്ടോസ് വന്ന കുടുംബത്ത് ചീത്തപ്പേരുണ്ടാക്കി വെച്ച ആളുകളെയൊന്നും ഈ വീട്ടിലേക്ക് അവരടുപ്പിക്കാറേയില്ല എന്ന് രേവതി പറഞ്ഞത് കേട്ട് രോഹിത്തിന് നല്ല ദേഷ്യം വരുവാണ്. ഞാൻ അലീന ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇവിടേക്ക് വരുന്നില്ല എന്ന്. നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തന്നെ ഞാൻ പോയേക്കാം, എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് രോഹിത്ത് നടക്കുവാണ്. എന്നാൽ അലീന ബാക്കിലൂടെ വന്ന് അവനെ പിടിച്ച് ബാഗൊക്കെ വാങ്ങുവാണ്. തിരിച്ചു പോകാനാണോടാ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രേവതി കുട്ടിയുടെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട. അവളൊരു പൊട്ടിയാണ്. അവള് വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രമാണ്, അല്ലാതെ മനസ്സിലൊന്നും വച്ചിട്ടല്ല. അല്ലെങ്കിലും അവൾ ഈ വീട്ടിലെ ആരാണ്? വെറും ഒരു വേലക്കാരി. ഈ വീട്ടിലെ വേലക്കാരി പറയുന്നത് നീ എന്തിനാ കേൾക്കാൻ പോകുന്നേ? കേറി വാ മോനെ എന്ന് പറഞ്ഞ് അലീന രോഹിത്തിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുവാണ്. രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് രോഹിത്ത്, ഓ വേലക്കാരി അങ്ങോട്ട് മാറി നിക്ക്. ഈ വീട്ടിലെ ഉടമസ്ഥനേക്കാൾ പവർ വേലക്കാരി കാണലോ ചേച്ചി എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുവാണ്. അത് കേട്ട് രേവതി നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. അതേസമയം ബാലചന്ദ്രൻ ബബിതയുടെ റൂമിലേക്ക് വരികയാണ്. നീയൊന്നും കഴിച്ചില്ലെന്ന് കൃഷ്ണമോള് പറഞ്ഞു. അതെന്താടി? എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നീയല്ലേ, എന്നിട്ട് എന്താ ഒന്നും കഴിക്കാത്തെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ, എങ്ങനെ കഴിക്കാനാച്ചാ? അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്കൊന്നും കഴിക്കാനേ തോന്നുന്നില്ല. അങ്ങനെ ബബിത പറയുവാണ്. നിന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അലീനെ വേലക്കാരി, നാണം കെട്ടവള്, എന്തൊക്കെയാ നീ വിളിച്ചു പറഞ്ഞത്? അമ്മയോടൊപ്പം യുദ്ധം ചെയ്തവളല്ലേ നീ? എന്നിട്ടിപ്പോ ആ വേലക്കാരി ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ നീ അവൾക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നു. എന്റെ മകള് തന്നെയാണോ ഇത്? ഇങ്ങനെ ഒരു കാഴ്ച കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല മോളെ എന്ന് ബാലചന്ദ്രൻ മറുപടി കൊടുക്കുവാണ്. അച്ഛനിപ്പോ ഞാൻ പട്ടിണി കിടക്കുന്നത് വലിയ കാര്യമായി തോന്നിയോ? ശരിയാ, ഞാൻ ഒരു കാലത്ത് അമ്മയോടൊപ്പം ചേർന്ന് അലീന ചേച്ചിയെ അങ്ങനെ പലതും വിളിച്ചു കാണും, യുദ്ധം ചെയ്തു കാണും. എന്നാൽ ഞാനിപ്പോ യുദ്ധം ചെയ്യുന്നത് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ആ പഴയ ബബിതയല്ല അച്ഛ ഞാനിപ്പോ. ആകെ മാറി. എനിക്കിനി അവരെ സ്നേഹിക്കണം. അവരെ വീട്ടിൽ തന്നെ വേണോ അതിന്? അലീന ചേച്ചി പോകുന്നത് തടയാൻ അച്ഛൻ എന്റെയും കൃഷ്ണയുടെയും രോഹിത്തിന്റെയും കൂടെ നിൽക്കണം. നിങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്ന് ബബിത ആവശ്യപ്പെടുവാണ്.